ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ നേഹ. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി വന്നിരിക്കുകയാണ് നമ്മുടെ IIT AIIMS 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഓർ സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും. അപ്പോൾ സിലബസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സിലബസ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽസിൽ സിലബസ് എന്താണെന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളത് നമ്മുടെ സൈറ്റിലും കണ്ടിട്ടുണ്ടാവും, ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസിൽ നിങ്ങൾ കണ്ടൊരു ചാപ്റ്ററാണ് സൗണ്ട്. ആ സൗണ്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം, കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ ടോപ്പിക്സിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ പോരാ. ഇത് ഓൾറെഡി നിങ്ങൾ 8th, 9th, 10th ഒക്കെ പഠിച്ച്, അല്ലെ 10th ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇന്ന് മിസ് ഇതിൻ്റെ ഒരു ഒരു പോയിന്റ്സ് മാത്രം, ആ ഒരു ഐഡിയാസ് മാത്രമാണ് തരുന്നത്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് ദ ടൈം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ സൗണ്ടാണ്. ആസ് യു ഓൾ നോ, ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൗണ്ട് അല്ലേ? ഡേ ബൈ ഡേ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ, എവറി ഡേ ലൈഫിൽ നമുക്ക് ഇപ്പം തന്നെ മിസ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് സൗണ്ട് ഉള്ളത് കൊണ്ടാണ് അല്ലേ? സൗണ്ട് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ വാട്ട് യു മീൻ ബൈ സൗണ്ട്, അതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് സൗണ്ട്, അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ആൻഡ് ഡിഫറെൻറ്റ് ഫിനോമിനാസ്, ഈ ഒരു സൗണ്ട് കാണിക്കുന്ന ഡിഫറെൻറ്റ് ഫിനോമിനാസ് ആൻഡ് കുറേ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സിലബസ് വളരെ ചുരുക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഇത്ര മാത്രമാണ്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സൗണ്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഓക്കെ, സൗണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ആ ഒരു ടോപ്പിക്. ദെൻ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. ഡിഫറെൻറ്റ് മീഡിയാസിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്ത സമയത്ത് അതിൻ്റെ സ്പീഡിൽ എന്താണ് ചേഞ്ച് ഉണ്ടാകുന്നത്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ, അതെങ്ങനെയാണോ ഉണ്ടാവുന്നത്, അതാണ് നെക്സ്റ്റ് ടോപ്പിക്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ദാറ്റ് ഈസ് എ ഫിനോമിന അല്ലേ? ഒരു സൗണ്ട് കാണിക്കുന്ന, നമ്മുടെ ലൈറ്റൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ സൗണ്ട് കാണിക്കുന്ന വൺ ഓഫ് ദ ഫിനോമിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ റിഫ്ലക്ഷനും അത് റിലേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന എക്കോ അല്ലേ? എക്കോ എന്ന് പറഞ്ഞ ആ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് ആക്ച്വലി. ബട്ട് അതിൻ്റെ ഒരു കുഞ്ഞി ഏരിയ മാത്രം പഠിച്ചെടുക്കാനുണ്ട്. പിന്നീട് എന്താണ്? സോണാർ. ഓക്കെ, എന്താണ് സോണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞ സോണാർ, അതും ഈ റിഫ്ലക്ഷൻ ഓർ എക്കോൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ സോണാറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നീട് എന്താണ്? സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയർ. ഓക്കെ, ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, അതായത് എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെങ്ങനെയാണ് നമ്മളെ ചെവിയിലേക്ക് എത്തുന്നത്, നമ്മളതെങ്ങനെ കേൾക്കുന്നു എന്നുള്ള അറിയണമല്ലോ. അപ്പോൾ അതുകൂടെ പറയുന്ന ഒരു സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയറിൻ്റെ ടോപ്പിക് കൂടെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിച്ചെടുക്കേണ്ടതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് തന്നെ, വാട്ട് യു മീൻ ബൈ സൗണ്ട്. എന്താണ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താണ് സൗണ്ട്? യു ഓൾ നോ ദാറ്റ് സൗണ്ട് ഈസ് എ ഫോം ഓഫ് energy, right? Sound is a form of energy. Energy ആണെങ്കിൽ it will give some sensation, right? As you all know, light ആണെങ്കിൽ, ലൈറ്റ് എന്താണ് നമുക്ക് സെൻസേഷൻ, എന്ത് സെൻസേഷനാണ് തരുന്നത്? നമ്മുടെ കണ്ണിന് ഒരു വിഷൻ്റെ സെൻസേഷൻ തരുന്നു അല്ലേ? ഇറ്റ് ഹെൽപ്സ് ടു സീ തിങ്സ്. ഓക്കെ, ആൻഡ് ഹീറ്റ്, it's a form of energy. Heat is a form of energy and it gives us the sensation of that hotness and coldness അല്ലേ? അതുപോലെ പറയുകയാണെങ്കിൽ സൗണ്ട്, it's also a form of energy which gives the sensation of hearing, right? Which gives a form of energy which gives the sensation of hearing, right? So this is a basic definition of sound. എന്താണ് സൗണ്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമോ? ഇതാണ് സൗണ്ട് എന്നാണ് പറയുക? അല്ല, നമ്മൾ ഫിസിക്സിൽ പറയുന്ന സമയത്ത് എന്ത് പറയണം? സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഗീവ്സ് ദ സെൻസേഷൻ ഓഫ് ഹിയറിംഗ്. നമ്മൾ കേൾക്കാൻ സഹായിക്കുന്ന ഒരു ഫോം ഓഫ് എനർജി മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഹൗ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്? ഇത് നോക്കിയേ, നമ്മളിപ്പോൾ കൈ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് സംസാരിക്കുമ്പോൾ സൗണ്ട് വരുന്നുണ്ട്. ബട്ട് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്?
It is produced by the vibration of objects. Okay, vibration എന്താണ് to and from motion എന്ന് പറയും. vibration ഫാസ്റ്റ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസിയിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലേ, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ it will produce sound. When I am clapping my hands, ഇവിടെ ഇത് കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഈ കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്, vibration നടക്കുന്നുണ്ട്. ഓക്കെ, that vibration or that causes a disturbance in the surroundings അല്ലേ, അത് സറൗണ്ടിങ്സിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്തോന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള ആളും വൈബ്രേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സറൗണ്ടിങ്സിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. ആ ഡിസ്റ്റർബൻസസിലൂടെ ഇവിടെ ഉണ്ടായ ആ എനർജി എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജെക്ട്സ്, റൈറ്റ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ vibration of objects. അപ്പോൾ നമ്മൾ സൗണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് കയറി വരേണ്ട വേറൊരു പോയിന്റ് ആണ് ദിസ് വൈബ്രേഷൻ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു ടേം. അപ്പോൾ വൈബ്രേഷൻ ആണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഏതൊരു ഒബ്ജക്റ്റും വാട്ട് എവർ ഇറ്റ് ഈസ്, വെൻ ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് ഇറ്റ് കോസ് സൗണ്ട്. ഓക്കെ, ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കാര്യം, ആ ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയും. അതൊക്കെ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഈ സൗണ്ടിൻ്റെ കാര്യവും മാറും, സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി മാറും, സൗണ്ട് കൂടുതലാവാം കുറവാവാം. ഓക്കെ, അതിൻ്റെ ലൗഡ്നെസ്സിൽ ചേഞ്ച് വരും, പിച്ചിൽ ചേഞ്ച് വരും. ഓക്കെ, നിങ്ങൾ പാട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ട ടേംസ് ആണല്ലേ പിച്ച് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഹൈ പിച്ച്, ലോ പിച്ച്, ഇതൊക്കെ ഈ വൈബ്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ sound, and sound is produced by the vibration of objects. And next one എന്താണ് ചോദിച്ചത്, how does the sound coming from different sound sources reach our ears? Okay, നമ്മൾ പറഞ്ഞു different sound sources. നമുക്ക് എന്തൊക്കെ പറയാം, അവിടെ തന്നെ ഒരു ഗിറ്റാർ ആണെങ്കിൽ ഗിറ്റാർ ഈസ് പ്രൊഡ്യൂസിങ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് ദാറ്റ് സ്ട്രിങ് അല്ലേ, സ്ട്രിങ്ങിലെ വൈബ്രേഷൻ കൊണ്ടാണ് ഗിറ്റാർ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഒരു തബലയാണെങ്കിൽ, ഒരു ചെണ്ടയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് ദാറ്റ് മെംബ്രെയിൻ അല്ലെ, അവിടെ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ മെംബ്രെയിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് അവിടെ സൗണ്ട് ഉണ്ടാവുന്നത്. മീൻസ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എൻ്റെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് അല്ലേ. അത് കാരണം അവിടെ ട്രക്കിയയിലൂടെ എയർ വന്നിട്ട് അവിടെ എന്താണ് ആ ഒരു ലാരിങ്സിൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം വോയിസ് ബോക്സ് ഈസ് പ്രൊഡ്യൂസിങ് സൗണ്ട്. ആൻഡ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയോ, പോരാ, അവിടെ അത് ട്രാൻസ്ഫർ ചെയ്ത് വരണം അല്ലേ. അവിടെ ആ എയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് പാസ് ചെയ്ത് എൻ്റെ ടങ് വൈബ്രേറ്റ് ചെയ്യുന്നു, എൻ്റെ ടീത്ത് വൈബ്രേറ്റ് ചെയ്യുന്നു, എൻ്റെ മൗത്ത് വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. പല രീതിയിൽ അതിനെ എന്താക്കാൻ പറ്റുന്നു, ഇതുപോലെ സംസാരിക്കുന്ന വിധത്തിൽ അല്ലേ, ഓരോ സെൻറ്റൻസ് ആക്കി മാറ്റുന്ന സമയത്ത് ഇതിനെല്ലാം വൈബ്രേഷൻസ് ആണ് അവിടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ how does the sound coming from different sound sources reach our ear? അതെങ്ങനെയാണ് നമ്മുടെ ഇയറിലേക്ക് എത്തുന്നത്? ഓക്കെ, ഇവിടുന്ന് അത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ അത് ഇയറിലേക്ക് എത്തണമെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? പ്രൊപ്പഗേഷൻ ഈസ് പോസിബിൾ ബൈ ദ വാട്ട്, അവിടെ സറൗണ്ടിങ്ങിലുള്ള നമ്മുടെ മീഡിയത്തിൻ്റെ വൈബ്രേഷൻ. ഓക്കെ, മീഡിയത്തിൻ്റെ വൈബ്രേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, vibration create disturbance in the surroundings and forming sound waves that travel to our ear, or we can say that sound is propagating in the form of waves. Okay, അത് propagate ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്, വേവ്സിൻ്റെ ഫോമിലാണ്. how waves are creating, or we can say that എന്താണ് വേവ് എന്ന് പറയുന്നത്, ഓരോ പാർട്ടിക്കിൾസും അതിൻ്റെ എന്താണ് ഒരു ഡിസ്റ്റർബൻസിൽ അതിന് ഒരു മീഡിയത്തിൽ പാർട്ടിക്കിൾസൊക്കെ അതിൻ്റെ മെയിൻ പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലേ. ഓർ വി ക്യാൻ സേ ദാറ്റ് ദ ഡിസ്റ്റർബൻസസ് വിച്ച് ട്രാൻസ്ഫർ എനർജി. ഓക്കെ, എന്താണ് വേവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം നോക്കിയേ, നമുക്ക് ഇങ്ങനെ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതായത് എ വേവ് മോഷൻ ഈസ് the means of transferring energy from one point to another, okay, without any transfer of the particle medium അല്ലേ. പാർട്ടിക്കിൾസിൻ്റെ മീഡിയത്തിൻ്റെ ട്രാൻസ്ഫർ അല്ലാതെ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ
ട്രാൻസ്ഫർ അല്ലാതെ, മീഡിയത്തിലെ പാർട്ടിക്കിൾസിന് ട്രാൻസ്ഫർ അല്ലാതെ എന്ത് ചെയ്യാണ്, ആ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനിലൂടെ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മൂവ്മെൻറ്റ് കാരണം പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, വൺ പോയിന്റ് ടു അനദർ ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് എനർജി. ആ ഒരു പ്രോസസ്സ്, ആ ഒരു മെത്തേഡ്, അതാണ് നമ്മുടെ വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൗണ്ട് എന്താണ്, വേവ് മോഷൻ ആണ്, ഓർ സൗണ്ട് ഈസ് എ ഫോം ഓഫ് വേവ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രാവലിംഗ് ആസ് എ ഫോം ഓഫ് വേവ്, ഇൻ ദ ഫോം ഓഫ് എ വേവ്. സോ വി ക്യാൻ സേ ദാറ്റ് how sound is coming, sound producing or sound coming from different sound sources or reaching our ear, it is traveling in the form of a wave. And wave പറയുന്ന സമയത്ത് wave എന്താണ്, that is the എന്താണ്, നമ്മുടെ എനർജി ട്രാൻസ്ഫർ ആണ് അല്ലേ, വിത്തൗട്ട് transferring the medium particles, without transferring the medium particles, the energy is transferring from one point to another. One point to another, ആ എനർജി ട്രാൻസ്ഫറിങ്ങിനാണ് നമ്മൾ എന്ത് പറയുക, വേവ് എന്ന് പറയുക. ആ കേസിൽ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ആ മീഡിയത്തിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതായത് അവിടുത്തെ വേറെ കാര്യങ്ങളൊന്നും നീങ്ങി അങ്ങോട്ട് പോകുന്നില്ല അല്ലേ. ഒരു സാധനം മൂവ് ചെയ്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു വാട്ടർ വേവ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ടർ വേവിൻ്റെ ഒക്കെ കേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അതിൻ്റെ മെയിൻ പൊസിഷനിൽ ഇളകുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എനർജി ഈസ് ട്രാൻസ്ഫറിങ് ബട്ട് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഈസ് നോട്ട് മൂവിങ്. ഓക്കെ, അതാണ് വേവിൻ്റെ കൺസെപ്റ്റ്. അപ്പം നമ്മുടെ ഈ ഒരു കേസിലും സൗണ്ട് ഈസ് ഫോം ഓഫ് വേവ് വിച്ച് ഈസ് ട്രാവലിംഗ് ഇൻ ദ ഫോം ഓഫ്, എന്ത് പറയാം, എന്ത് വേവ് ആണെന്ന് നമുക്ക് പറയാം, അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഫോമിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം സൗണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് സൗണ്ടിനെ മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് വേവ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും അവിടെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ട് ഈസ് സൗണ്ട്, how sound is produced and how does it is propagating, how it is propagating, ആ ഒരു മീനിങ്, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം എന്താണ് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് വേവ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ക്യാൻ സേ ദാറ്റ് വേവ് മോഷൻ ഈസ് എ മീൻസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് എനി ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ മാറ്റർ അല്ലേ. ഒരു മാറ്ററിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ, ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ ട്രാൻസ്ഫറിങ് ഓഫ് എനർജിക്കാണ് നമ്മൾ ആ വേവ് മോഷൻ എന്ന് പറയുക. സോ സൗണ്ട് ഈസ് ഓൾസോ ട്രാവലിംഗ്. സോ ഓക്കെ, അതൊരു വേവ് മോഷൻ്റെ മീനിങ്ങിൽ അല്ലെങ്കിൽ ഒരു വേവിൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അവിടെ നിങ്ങൾ വേവ് മോഷൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വേവ്സിനെ നമുക്ക് 2 ടൈപ്സ് ഓഫ് വേവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് മെക്കാനിക്കൽ വേവ്സ് and non-mechanical or electromagnetic waves. Okay, non-mechanical waves. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സൗണ്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ടോപ്പിക്ക് മാത്രം കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് മെക്കാനിക്കൽ വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സും ഉണ്ട് അല്ലേ. എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ചാൽ, വേവ്സ് വിച്ച് റിക്വയർ എ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. അതിന് മൂവ് ചെയ്ത് പോകണമെങ്കിൽ, ഇതുപോലെ എനർജി ട്രാൻസ്ഫറിങ് നടത്തണമെങ്കിൽ അവിടെ ഒരു മീഡിയം ഉണ്ടാവണം. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു വേവ് ട്രാൻസ്ഫർ ചെയ്ത് പോകും അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിനെ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നോൺ മെക്കാനിക്കൽ വേവ്സ്, വാട്ട് യു മീൻ ബൈ നോൺ മെക്കാനിക്കൽ വേവ്സ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ദേ ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. മീഡിയം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, മീഡിയം ഇല്ലെങ്കിലും അതെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് പോകും, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് കോൾഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് നമ്മുടെ സൗണ്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സൗണ്ട് വാക്വത്തിൽ ട്രാവൽ ചെയ്യുമോ? ഇല്ല അല്ലേ. നമ്മൾ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ദേ കാൺ ടോക്ക്, ദേ കാൺ പ്രൊഡ്യൂസ് സൗണ്ട്. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് അത് വേറൊരാൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പഗേറ്റിംഗ്, ബിക്കോസ് ദർ ഈസ് നോ മീഡിയം. ദാറ്റ് മീൻസ് അവർ സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. That is, sound waves is a form of mechanical wave, or we can say that it always require a medium for their propagation. അല്ലേ, sound always require medium for their propagation. ആ മീഡിയത്തിൻ്റെ whatever it is, എയർ ആവാം, വാട്ടർ ആവാം, സോളിഡ് ആവാം, ആ ഒരു മീഡിയത്തിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്. എന്താണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കല്ല, അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്ന് മൂവ്മെൻറ്റ് കാരണം എന്ത് ചെയ്യാണ്, എനർജി ട്രാൻസ്ഫറിങ്, നമ്മുടെ സൗണ്ട് എനർജീനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് our sound is a mechanical wave. Okay, and also
these mechanical waves are again classified into two, that is longitudinal wave and transverse wave. Okay, longitudinal wave, longitudinal and transverse. What is the meaning of this transverse? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് നിങ്ങൾ കേട്ടതല്ലേ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the wave particles, or we can say that the medium particles are vibrating. Longitudinal wave, the medium particles are vibrating parallel or in the same direction of propagation of wave. Propagation of wave ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിൽ അതിൻ്റെ മീഡിയത്തിൻ്റെ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ദിസ് വേവ് ഈസ് ട്രാവലിംഗ് ടു ദാറ്റ് ഡയറക്ഷൻ, ആ ടൈമിൽ നമ്മുടെ പാർട്ടിക്കിൾസും അതേ ഡയറക്ഷനിൽ തന്നെ മീൻ പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓർ വാട്ട് യു മീൻ ബൈ ട്രാൻസ്വേഴ്സ് വേവ്? ട്രാൻസ്വേഴ്സ് വേവ് മീൻസ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ലൈക്ക് വേവ് അങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? അപ്പ് ആൻഡ് ഡൗൺ മോഷനിലായിരിക്കും, ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. ആൻഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ sound wave is a longitudinal wave. So നമുക്ക് ഇതാ ഇങ്ങനെയാക്കി പറയാം. അതായത് വേവ് മോഷനിൽ തന്നെ മെക്കാനിക്കൽ വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും പറയാം. അവിടെ എന്താണ് മെക്കാനിക്കൽ വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. ഓർ വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ ഡിസ്റ്റർബൻസ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മീഡിയം ഇൻ ദ ഫോം ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കോസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് particles. എന്താണ്? സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ ഡിസ്റ്റർബൻസ്. ഓക്കെ, സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ ഡിസ്റ്റർബൻസ് ഓർ എ മെക്കാനിക്കൽ വേവ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മീഡിയം, in form of a longitudinal wave that caused by a vibration of പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റുള്ള മീഡിയത്തിൽ വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ഏത് ഫോമിലാണ് ഉണ്ടാവുക? വൈബ്രേഷൻ ഏതാണോ നമ്മുടെ എനർജി ട്രാൻസ്ഫറിങ്ങിൻ്റെ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിലാണ് വൈബ്രേഷൻ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. സോ സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. Okay, sound is a mechanical wave that propagates through a medium in the form of a longitudinal wave. Okay, in the form of a longitudinal wave. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ആ ഒരു വാട്ട് ഈസ് സൗണ്ട് എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ എന്താ ഫിസിക്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. ഓക്കെ, വിച്ച് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സിമ്പിൾ. ഓക്കെ, ഒരു മീഡിയത്തിലൂടെ വേണം ഇത് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്ന ടോപ്പിക് പോയിന്റ്സ് എന്തൊക്കെയാണ്? സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് റിക്വയർ എ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. ഇറ്റ് ക്യാൻ ബി എയർ, വാട്ടർ, or we can say that a gaseous form or liquid form or solid form. Medium ഏത് ഫോമിൽ വേണേ ആവാം, but there should be a medium for their propagation and it cannot travel through vacuum. Okay, ഈ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കാം. ആൻഡ് ആ ഒരു വേവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. മാത്രമല്ല വേവ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു സാധനം ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, പിന്നെന്താണ് ടൈം പീരീഡ് ആൻഡ് സ്പീഡ് ഓർ വെലോസിറ്റി. ഓക്കെ, ഒരു വേവിനെ കുറിച്ച് വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വേവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്താണ്, വേവ് ലെങ്ത് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ് എന്താണ്, സ്പീഡ് എന്താണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ അതിലേക്ക് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം കേട്ടോ. ആ ഒരു റിലേഷനൊക്കെ നമുക്ക് പറയാം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 1/, ടൈം പീരീഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു v ഈസ് ഈക്വൽ ടു f ലാംഡ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട് അല്ലേ. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണെന്നുള്ള റിലേഷൻ ഉണ്ട്. അപ്പം ഈ റിലേഷനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കാണ് സ്പീഡ് അല്ലേ. അതായത് ഈ ഡിഫറെൻറ്റ് മീഡിയാസിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ആര് ട്രാവൽ ചെയ്യൂ, സൗണ്ട് ട്രാവൽ ചെയ്യുമെന്ന് കണ്ടു. പക്ഷെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെന്തുണ്ടാവും? ഒരു സ്പീഡ് ഉണ്ടാവും അല്ലേ. ഏതൊരു സാധനം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാവ് എ സ്പീഡ്. അപ്പോൾ ആ ഒരു കേസ് തന്നെ അത് ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. അതായത് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെൻറ്റ് മീഡിയാസ് ലൈക്ക് നമ്മുടെ ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്, ദീസ് ടൈപ്പ് ഓഫ് മീഡിയത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നമ്മളല്ല നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്. ഓക്കെ, സൗണ്ട് ട്രാവൽസ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയാസ്.
അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? സൗണ്ട് ഡിഫറെൻറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണോ കൂടുതൽ, ഏത് മീഡിയത്തിലായിരിക്കും കുറവ് സ്പീഡ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണത് വരിക? ഏത് മീഡിയത്തിലാണ് കൂടുതൽ സ്പീഡ്, ഏത് മീഡിയത്തിലാണ് കുറവ് സ്പീഡ് വരിക? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് അറിയോ? ആക്ച്വലി മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയെയും ഇലാസ്റ്റിസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇയാളാണ് ഇലാസ്റ്റിസിറ്റി. എന്താണ് ഈ ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു പാർട്ടിക്കിളിന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേജിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു പ്രോപ്പർട്ടി അല്ലേ? പെട്ടെന്ന് ഹൗ ക്യുക്ക് ദേ ക്യാൻ എന്താണ് അങ്ങനെ നമുക്കറിയാം അല്ലേ? ഹൗ ക്യുക്ക് ദേ ക്യാൻ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസിൽ ആ ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യാൻ പറ്റുന്ന എത്ര പെട്ടെന്ന് പറ്റും. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു പൊസിഷൻ അത് ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, മെയിൻ പൊസിഷൻ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിട്ടേൺ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ, അങ്ങനെ പറയാം അല്ലേ? ഹൗ ക്യുക്ക് ദേ ക്യാൻ റിട്ടേൺ ബാക്ക് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ ഓർ റിട്ടേൺ ബാക്ക് ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്. ആ ഒരു എത്ര ഫാസ്റ്റായിട്ട് അതിന് നടക്കാൻ പറ്റും, എത്രത്തോളം ഫാസ്റ്റായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു മീഡിയത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഏതൊരു മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ പാർട്ടിക്കിൾസ് മെയിൻ പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? മെയിൻ പൊസിഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്താലും അതിന് അതേ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലല്ലേ അടുത്ത ആൾ മൂവ് ചെയ്യും അല്ലേ? അങ്ങനെ ഈ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കണമല്ലോ അല്ലേ? കംപ്രഷനും റെയർഫാക്ഷനും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ നിങ്ങൾ നോക്കിയിരിക്കണം. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ കേസിൽ അവിടെ കംപ്രഷൻസും റെയർഫാക്ഷൻസും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കുറച്ച് പാർട്ടിക്കിൾസ് ഒരുമിച്ച് വരുന്നു, അത് പിന്നെ തിരിച്ചു പോകണം അല്ലേ? ഒരുമിച്ച് വന്നു, തിരിച്ചു പോകുന്നു, കംപ്രഷൻ വന്നു, റെയർഫാക്ഷൻ വന്നു, പിന്നീട് കംപ്രഷൻ വരുന്നു, റെയർഫാക്ഷൻ വരുന്നു. അങ്ങനെയാവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ എന്ത് നടക്കുന്നുള്ളൂ? എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നു അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു കേസ് നമുക്ക് എന്ത് പറയാം? ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു മീഡിയത്തിന് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ അതിലൂടെ പെട്ടെന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം പെട്ടെന്ന് തന്നെ കംപ്രസ് ആയ ഒരു റീജിയൻ അല്ലേ, എല്ലാവരും അടുത്ത് വന്നു, പെട്ടെന്ന് തന്നെ അതിന് തിരിച്ചു പോകാൻ പറ്റും. പെട്ടെന്ന് അടുത്ത് വരാം, പെട്ടെന്ന് തിരിച്ചു പോകാം. അല്ലെങ്കിൽ മുകളിലോട്ട് പോയ ആൾക്ക് പെട്ടെന്ന് താഴോട്ട് വരാം, പിന്നെ മുകളിലോട്ട് പോയ ആൾക്ക് പെട്ടെന്ന് താഴോട്ട് വരാം. അങ്ങനെ ആ ഒരു എനർജി ട്രാൻസ്ഫറിങ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പീഡ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് പറയാം? അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സോളിഡ്സിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ. ബിക്കോസ് സോളിഡ്സിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ഓർ ദാറ്റ് മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് അല്ലേ? അടുത്തടുത്താണ്, അവർ നല്ല കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ആൾ അവളെ പിടിച്ച് വലിച്ചോളും അല്ലേ? കാരണം എന്താണ്? അവർ നല്ല കണക്റ്റഡ് ആണ്. ഒരാൾക്ക് മൂവ്മെൻറ്റ് നടത്തിയാൽ മറ്റേ ആൾ അതിനെ ഇങ്ങോട്ട് പറഞ്ഞ് തിരിച്ചു വലിക്കും. എന്നാൽ എയറിൻ്റെ കേസിൽ ആലോചിച്ച് നോക്കിയേ, അവർ ക്ലോസ്ലി റിലേറ്റഡ് ഒന്നുമല്ല, അവർക്ക് കണ്ട പരിചയം പോലും ഇല്ല. ഒരാൾ മൂവ് ചെയ്താൽ നീ പൊക്കോ, അത്രയേ ഉള്ളൂ അവർക്ക് ഉണ്ടാവുമല്ലേ? കാരണം എന്താണ്? ആ ഒരു പാർട്ടിക്കിൾസ്, ആ ഒരു മോളിക്യൂൾസ് അവിടെ റിലേറ്റഡ് അല്ല, അവർക്ക് കണക്ഷൻ കുറവാണ്. അപ്പം ഇലാസ്റ്റിസിറ്റി കൂടുതൽ ആർക്കാണ്? മോസ്റ്റ്ലി ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട്, നല്ല രീതിയിൽ ക്ലോസ്ഡ് ആയിട്ട് പാർട്ടിക്കിൾസ് ഉള്ള മീഡിയത്തിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ ഉണ്ടാവുക. അത് ആർക്കാണ്? നമ്മുടെ കേസിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് സോളിഡ്സിനാണ്. അപ്പം കൂടുതൽ ക്ലോസ്ലി കണക്റ്റഡ് ആണെങ്കിൽ നല്ല ഇലാസ്റ്റിസിറ്റിയാണ്. ദാറ്റ് മീൻസ് അതിന് ആ ഒരു ഡിസ്റ്റർബൻസസ് പെട്ടെന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് സ്പീഡ് ഓഫ് ദ സൗണ്ട് വിൽ ബി ഗ്രേറ്റർ. ഓക്കെ, സോ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വന്നേക്കാം കേട്ടോ. എന്താണ്? സൗണ്ട് എവിടെയാണ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ഇൻ ഹൈ ഇലാസ്റ്റിസിറ്റി ഉള്ള മീഡിയത്തിൽ, ആൻഡ് ദാറ്റ് ഈസ് അവർ സോളിഡ്. സോ വി ക്യാൻ സേ ദാറ്റ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ഈസ് ഗ്രേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓർ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സോളിഡിലാണ്. ആൻഡ് ലെസ്സറായിട്ട് അല്ലെങ്കിൽ എന്താണ് ഭയങ്കര സ്പീഡ് കുറഞ്ഞ് ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ്? ഗ്യാഷ്യസ് ഫോമിലാണ്. ഓക്കെ, സോ velocity of gas is less than velocity of sound in liquid, less than velocity of sound in solids. അത് അറിഞ്ഞിരിക്കുക കേട്ടോ ആ റിലേഷൻ. വൈ? ബിക്കോസ് ഓഫ് ദ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എന്നുള്ള ടേം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ആ ഒരു മോളിക്യൂൾസിന് ഇൻ്റർ കണക്ഷൻ, അത് മതി. ഓക്കെ, മോളിക്യൂൾസ് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്, ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ അവർ തമ്മിൽ നല്ല കണക്ഷനാണ്. അപ്പോൾ ഒരാൾ മൂവ് ചെയ്താൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് പറയാം? എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ പറയാം അല്ലേ? കാരണം അടുത്തടുത്ത് നിൽക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് കൊടുത്ത് പോകാൻ പറ്റുമല്ലോ അല്ലേ? മറ്റേ കേസിലാണെങ്കിലോ അവിടെ ഇവിടെയൊക്കെ റാൻഡം ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഗ്യാസിൻ്റെ കേസിലും ലിക്വിഡിൻ്റെ കേസിലൊക്കെ അവ റാൻഡം ആയതുകൊണ്ട് ഒരു എനർജി ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ആ ഒരു എനർജി ട്രാൻസ്ഫറിങ്ങിന് കുറച്ച് ടൈം എടുക്കും. ദാറ്റ് മീൻസ് സ്പീഡ് കുറവായിരിക്കും.
അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 343 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ കാൽക്കുലേഷൻസിനൊക്കെ ഓൾമോസ്റ്റ് 340 ആണ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എയറിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടോ ഇത്രയും കുറവാണ്, 340 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. എന്നാൽ വാട്ടറിൽ കുറച്ച് കൂടി കണ്ടോ 1500 മീറ്റർ പെർ സെക്കൻഡിലുണ്ട്. എന്നാൽ സ്റ്റീലിൻ്റെ കേസ് വിച്ച് ഈസ് എ സോളിഡ്, ഇറ്റ് ഹാവ് ഹൈ ഇലാസ്റ്റിസിറ്റി. സോ സ്റ്റീലിൻ്റെ കേസിൽ അടുത്തടുത്താണ് പാർട്ടിക്കിൾസ്, പെട്ടെന്ന് എനർജി അതാ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന. ദാറ്റ് മീൻസ് സ്പീഡ് ഈസ് ഗ്രേറ്റർ. ഓക്കെ, കമ്പയറിംഗ് ടു ദിസ് വിൽ ഹാവ് 5000 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് മീൻസ് ഹൈ സ്പീഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെൻറ്റ് മീഡിയത്തിൽ പഠിക്കാനുള്ളത്. അവിടെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ ഒരു ടേബിൾ കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ വാല്യൂസ് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എയറിലും അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിലും പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിലോ അലുമിനിയത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സോളിഡിലുള്ള മാത്രം ജസ്റ്റ് നോക്കി വെക്കുക, ആ ഒരു റേഞ്ച് നോക്കി വെക്കുക കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ നിങ്ങൾ കണ്ടു, എയർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. രണ്ട് ടെമ്പറേച്ചർ കണ്ടു അല്ലേ? ഒരു ടെമ്പറേച്ചറിൽ 331 ഉള്ളത്, അടുത്ത ടെമ്പറേച്ചറിൽ 343 ആണ്. ദാറ്റ് മീൻസ് ഒരു മീഡിയത്തിൻ്റെ ഇലാസ്റ്റിസിറ്റീനെ മാത്രമാണോ ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റീനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, ഓഫ് കോഴ്സ് നോട്ട്. എന്തിനും കൂടി ഉണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതല്ലേ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ടേബിളിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് speed again will change. Okay, speed of the sound is dependent on the temperature of the medium. ഓക്കെ, അതെങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ഒരു എനർജി ട്രാൻസ്ഫറിങ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ബീക്കറിൽ നമ്മളിപ്പം ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, ഇതൊക്കെ അവിടെ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണ്. ഇതിൻ്റെ വൈബ്രേഷൻ ആണ് അവിടെ വരുന്നത് അല്ലേ? എന്താണ് സൗണ്ട് ഇതിലൂടെ ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർ വൈബ്രേറ്റ് ചെയ്യാണ്, ഓർ അവിടെ അവർ മെയിൻ പൊസിഷൻ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്തിട്ട് ആ എനർജീനെ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ഇഫ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, വാട്ട് വിൽ ഹാപ്പൻ? ദ റാൻഡം മോഷൻ വിൽ ഇൻക്രീസ് അല്ലേ? ഇവർ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൊളൈഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദറ്റ് സ്പീഡ് വിൽ ഇൻക്രീസ് അല്ലേ? പെട്ടെന്ന് ഫാസ്റ്റായി, കുറച്ച് ടെമ്പറേച്ചർ കിട്ടി, കുറച്ച് എനർജി കിട്ടിയപ്പോൾ അവരൊന്നുകൂടെ ഫാസ്റ്റായി വർക്കിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗാഷ്യസ് ഫോമിലാണെങ്കിലും അവിടെ ടെമ്പറേച്ചർ ഒന്ന് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഓക്കെ, സ്പീഡ് റൈസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറയാം, speed of sound changes as the temperature of the medium change. Okay, very important topic. അവിടെ തന്നെ നിങ്ങളൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇൻക്രീസ്ഡ് ബൈ 0.1 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് എവറി 0.1 അല്ല 0.6 ആണ്, 0.61 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് എവറി 1 ഡിഗ്രി റൈസ് ഇൻ ദ ടെമ്പറേച്ചർ. അതായത് എയറിൻ്റെ കേസിലാണെങ്കിൽ എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് 0.61 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടും. ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ആയി കഴിഞ്ഞാൽ സ്പീഡ് 0.61 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് റേസ് ആവും. ടെമ്പറേച്ചർ കൂടിയ സ്പീഡും കൂടും. അപ്പോൾ എയറിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു റിലേഷൻ പറയാം കേട്ടോ. അതായത് എന്താണ്, എയറിൻ്റെ കേസിൽ മാത്രമല്ല നമുക്ക് ആ ഒരു റിലേഷൻ മറ്റു കേസസിലും നമ്മൾ ആപ്ലിക്കബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഹിയർ നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക. അതായത് ഒരു ടി ടെമ്പറേച്ചറിൽ വി വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്, ഓർ ടി ടെമ്പറേച്ചറിൽ വി ടി വെലോസിറ്റിയാണ്. ആൻഡ് 0 ഡിഗ്രി സെൽഷ്യസിൽ വി 0 വെലോസിറ്റി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വി ടി ഈസ് ഈക്വൽ ടു V0 പ്ലസ് 0.61 ഇൻറ്റു ടെമ്പറേച്ചർ. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. കേട്ടതാണോ ഈ റിലേഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് സ്പീഡ് എന്താണ്, സ്പീഡ് ഓഫ് സൗണ്ട് എങ്ങനെ ചേഞ്ച് ആവുന്നു, ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ആവുന്നു നോക്കുന്ന സമയത്ത് നമുക്ക് ഇതും ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക. വെലോസിറ്റി ഓഫ് ടൈം എന്താണ് വി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ടി എന്ന് വെച്ചാൽ എന്താണെടാ, വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് ടി ടെമ്പറേച്ചർ. ഓക്കെ, വെലോസിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കുക. ആൻഡ് V0 എന്ന് വെച്ചാൽ എന്താണ്, വെലോസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇയാൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ്
speed of sound in air at 0 degrees Celsius is എത്രയാണ് തന്നത്? ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഗിവൺ ആസ് 330 meter per second or 331. ഓക്കെ, ഇങ്ങനെ തന്നെന്ന് വിചാരിക്കാം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 25 degrees Celsius എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? വി ക്യാൻ സേ ദാറ്റ് ഹിയർ VT, ദാറ്റ് ഈസ് വെലോസിറ്റി അറ്റ് 25 degrees Celsius is equal to എത്രയായിരിക്കും? V0, ദാറ്റ് ഈസ് 330 പ്ലസ് 0.61 into the temperature is 25, or we can say that it is 330 plus 0.61 into 25 gives you 15.25. Okay, 15.25. That will give you the answer. എത്രയാണ്? 345.25 meter per second. കണ്ടോ? ചേഞ്ച് കണ്ടോ? അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ എയറിലുള്ള സ്പീഡ് 330 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് ഓൾമോസ്റ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയത്ത് സൗണ്ടിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്ത് കണ്ടോ? എത്രയായി? 345.25 മീറ്റർ പെർ സെക്കൻഡായി ഓർ 345 മീറ്റർ പെർ സെക്കൻഡായി. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് ഈ ഒരു സൗണ്ടിൻ്റെ സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവും. മെയിൻലി എന്ത് മാറുമ്പം നമ്മുടെ മീഡിയം മാറുന്ന സമയത്ത് ചേഞ്ചസ് ഉണ്ടാവും. അതറിഞ്ഞിരിക്കുക കേട്ടോ. അത്രയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിക്കോളൂ കേട്ടോ. ന്യൂമറിക്കൽ സെക്ഷനും എന്നാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആ എനർജി എന്താണ് ഈ ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ ചേഞ്ച് ആവുന്ന സമയത്ത്, അതായത് മീഡിയത്തിൻ്റെ ചേഞ്ച് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്പീഡിൽ ചേഞ്ച് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കത്തില്ലേ? നോക്കുക കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. റിഫ്ലക്ഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് മാത്രമായിരിക്കും പെട്ടെന്ന് മൈൻഡിലേക്ക് വരിക അല്ലേ? കാരണം ലൈറ്റ് എന്ന് പറഞ്ഞൊരു എന്താണ് ഫോം ഓഫ് എനർജി, ലൈറ്റ് റേ, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മളെല്ലാ ഒബ്ജക്ട്സും കാണുന്നത് ആക്ച്വലി ഈ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന ഉള്ളത് കൊണ്ടാണ്. ലൈക്ക് ദാറ്റ് അവർ സൗണ്ട് വേവ് ഓൾസോ റിഫ്ലക്റ്റ്. ദാറ്റ്സ് വൈ നമ്മളൊരു റൂമിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നതൊക്കെ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കേൾക്കുമല്ലോ, എല്ലാ ഒബ്ജക്റ്റിലും പോയി തട്ടി അവിടുന്ന് തിരിച്ച് ചെവിയിലോട്ട് എത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ സൗണ്ട് ഈസ് റിഫ്ലക്റ്റിംഗ് ഫ്രം ഡിഫറെൻറ്റ് സർഫസസ്. ഓക്കെ, സൗണ്ട് വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സേ ദാറ്റ് വെൻ സൗണ്ട് വേവ് സ്ട്രൈക്ക് എ സർഫസ്, ഓക്കെ, ഒരു സർഫസ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ റിട്ടേൺ ബാക്ക് ഇൻ ടു ദ സെയിം മീഡിയം. They return back to the same medium. That is called reflection. That is called reflection of sound. And as the reflection of light obeys some rules, അല്ലേ? സൗണ്ട് നമ്മുടെ ലൈറ്റിൻ്റെ കേസിൽ അത് കുറച്ച് റൂൾസ് ഒബേ ചെയ്യുന്നുണ്ട്. റിഫ്ലക്ഷൻ്റെ കേസിൽ സെയിം റൂൾസ് ആർ ഒബേഡ് ബൈ ദ സൗണ്ട് ഓൾസോ. സൗണ്ടിന് എന്താണ് ഈ റൂൾസ് ഒക്കെ ബാധകമാണ്. അങ്ങനെ ഇപ്പോൾ ലൈറ്റിന് മാത്രം പോരാ, എനിക്കും ഇതൊക്കെ ബാധകമാണെന്നുള്ള രീതിയിൽ സൗണ്ടിന് എന്താണ്, സൗണ്ടിൻ്റെ കേസിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് എഴുതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്താണ്? ഫസ്റ്റ് വൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് reflection. That is, angle of incidence and angle of reflection are equal. Next one, incident wave, reflected wave, and normal to the plane, normal lies in same plane. അല്ലേ? ദീസ് ആർ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ കേസിൽ പറയുന്ന പോലെ ഇതൊരു സർഫസ് ആണെങ്കിൽ ഒരു സൗണ്ട് വേവ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം. ഓക്കെ, some of the sound energy will get absorbed depend on that surface, but still it will get reflected. ഓക്കെ, അതാണ് ഈ ഒരു കേസിൽ കൊടുത്തത്. ഇവിടുന്ന് ഒരു സൗണ്ട് സോഴ്സ് നിന്ന് ഒരു വുഡൻ ബാറിലേക്ക് ഈ വഴിക്ക് സൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ it will reflect from that, okay, producing the same angle. Okay, എത്രയാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത്ര തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്നുള്ള ഫിനോമിന. ആൻഡ് സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തത് കാരണം കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നോർമലി നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് തന്നെ ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ
മെനി ഫിനോമിനാസ് നടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് മെഗാഫോൺ ഓർ സ്പീക്കിംഗ് ട്യൂബ്. നിങ്ങൾ ആലോചിക്കുക, ദൂരെയുള്ള ഒരാളെ നിങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ വിളിക്കൽ? ഇങ്ങനെയാണോ? അല്ല, ദൂരെയുള്ള ഒരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എടാ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കാറുണ്ട് അല്ലേ, കപ്പ് ചെയ്യാറുണ്ട് നമ്മളെ കൈ. അതെന്തുകൊണ്ടാ? ഓർ വി യൂസ് ദിസ് കൈൻഡ് ഓഫ് മെഗാഫോൺസ്. ആ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ തന്നെ അതിനുള്ളോട്ട് കിടക്കുന്ന സൗണ്ട്, ആ ഡിസ്റ്റർബൻസ് സ്പ്രെഡ് ചെയ്ത് പോവാതെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ കേസിലും ദ സൗണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ അത് ഇവിടെ തട്ടി ഇവിടെ എത്തി, ഇവിടെ തട്ടി ഇങ്ങോട്ട് പോയി, ഇവിടെ തട്ടി ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, പിന്നെ നോക്കിയേ നേരെ പോകണു അല്ലേ. അപ്പോൾ വേറൊരു സൗണ്ട് ആണെങ്കിൽ ഇതാ ഇങ്ങനെ പോകുന്നു, വേറൊരു സൗണ്ട് ആണെങ്കിലും അത് ഇങ്ങനെ പോവും അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് സർഫസസിൽ അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നിട്ട് ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനാ അല്ലേ. അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിലും ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് അവിടെ ഇവിടെ സ്പ്രെഡായി പോവാതെ കയ്യിൽ ഇവിടെ തട്ടി ഒരു ഡയറക്ഷനിലേക്ക് മാത്രം റിഫ്ലക്ഷൻ നടത്തിയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം എനിക്ക് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ മെഗാഫോൺ അല്ലെ സ്പീക്കിംഗ് ഫോൺ ഈ റിഫ്ലക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, സൗണ്ട് ബോർഡ്സ്. നിങ്ങൾ സൗണ്ട് ബോർഡ്സ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താണ് പല കോൺസേർട്ടിലൊക്കെ അവിടെയൊക്കെ എന്താണ് വലിയ രീതിയിൽ നമ്മുടെ സൗണ്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട് സോഴ്സ് ഉണ്ടാവും അല്ലേ. ഒരു പാടുന്ന ആളോ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ എന്തെങ്കിലും അവിടെ ഉണ്ടാവും. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഓഡിയൻസിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിലായിട്ട് ഒരു ബോർഡ്, ഒരു കേർവ്ഡ് സർഫസ് വെച്ചിട്ടുണ്ടാവും. കാരണം സർഫസ് കേർവ്ഡ് ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും എന്ത് സംഭവിക്കും, റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഒരു കേർവ്ഡ് സർഫസ് വെച്ചിട്ട് അതിലും നമ്മൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ പോലെ തന്നെ സൗണ്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് തട്ടി എന്ത് സംഭവിക്കും, റിഫ്ലക്ഷൻ നടത്തിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് സൗണ്ട് ബോർഡ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് ആക്ച്വലി, അത് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഓക്കെ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. പിന്നീട് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവിടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അതെന്താണ്, ആക്ച്വലി നമ്മൾ കേൾക്കുന്ന സാധനം ഓർ നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ ചെവിയിലെത്തുന്ന ഒരു സാധനം 1/10 സെക്കൻഡ്സോളം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ആൾ വരുവാണെങ്കിൽ നമുക്കതിൻ്റെ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ആയിട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ അതിന് ശേഷം വരുന്നത് വെച്ചാലോ, ഞാനൊരു സൗണ്ട് ഹലോ എന്ന് പ്രൊഡ്യൂസ് ചെയ്തു, ഹലോ എന്ന് പറഞ്ഞു, ആ ഹലോ എന്ന് പറഞ്ഞ സാധനം അവിടെ പോയി തട്ടി ഇങ്ങോട്ട് വരുവാ. ഇപ്പോൾ ഒരു 1/10 സെക്കൻഡ്സിനുള്ളിൽ വരുവാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ഞാൻ കേൾക്കുന്നുണ്ട്. ബട്ട് 1/10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അത് അവിടെ തട്ടി തിരിച്ചു വരുന്നത്. കാരണം ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അതിന്. ആ ഡിസ്റ്റൻസ് തട്ടി തിരിച്ചു വരുന്നത് 1/10 സെക്കൻഡ്സിന് ശേഷമാണെങ്കിൽ ആ ഹലോ ഞാൻ റിപ്പീറ്റഡ് കേൾക്കും അല്ലേ. കാരണം ആദ്യം ഞാൻ ഹലോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കേട്ടു, പിന്നീട് അവിടെ പോയി തിരിച്ച് വന്ന് വീണ്ടും കേൾക്കുകയാണ്. സോ ഹലോ ഹലോ അങ്ങനെ കേൾക്കും. ദാറ്റ് ഫിനോമിന because of the reflection of sound from a distant object is called our echo, right? എക്കോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ്ഫുൾ ആണോ ആക്ച്വലി? അല്ല, നമുക്ക് പറയാൻ പറ്റും, ബട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ ലെവലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോ ആയിട്ട് പറയാൻ പറ്റുമോ? അല്ല. കാരണം എക്കോ ഒക്കെ ഒരു റൂമിലൊക്കെ നിൽക്കുവാണെങ്കിൽ അവിടെ എക്കോ റിവർബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ. ഒരു സാധനം തന്നെ പറഞ്ഞു, ഒരു ഡയലോഗ് പറഞ്ഞു, ഒരു സിനിമാ തിയേറ്ററിൽ ഒരാൾ ഒരു മാസ് ഡയലോഗ് പറഞ്ഞിട്ട് അത് അപ്പുറം പോയി തട്ടി വീണ്ടും തിരിച്ചു വരിക. അതിനു മുമ്പ് അയാൾ വേറെ ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാ, ആദ്യം പറഞ്ഞ ഡയലോഗ് അത് പിന്നീട് തിരിച്ചും വരുന്നു, പിന്നീട് ഒന്നുകൂടെ കേൾക്കുന്നു, പിന്നീട് വേറെ ഡയലോഗും കേൾക്കുന്നു, എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ എക്കോയും റിവർബറേഷനും നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിലും എക്കോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എക്കോ സംഭവിക്കുന്നത് ബിക്കോസ് എക്കോ ഈസ് ബേസ്ഡ് ഓൺ ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് എക്കോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റിപ്പിറ്റേഷൻ ഓഫ് സൗണ്ട് ഡ്യൂ ടു റിഫ്ലക്ഷൻ. സൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ് ലൈക്ക് ദിസ് അല്ലേ. ഇയാൾ പറയുന്ന സാധനം കണ്ടോ, ഒരു സർഫസിൽ തട്ടിയിട്ട് വീണ്ടും അത് തിരിച്ചു വരുവാണ് അങ്ങേരിലേക്ക്. അപ്പം നോർമലി ഇവിടെയൊക്കെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. നോർമലി നടക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് 1/10 സെക്കൻഡ്സിന് ശേഷമാണ് എത്തുന്നത് എങ്കിൽ ഇറ്റ്സ് നോട്ട് ഓക്കെ, ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ആ സൗണ്ട് പിന്നീട് റിപ്പീറ്റ് ആയിട്ട് കേൾക്കും. 1/10 സെക്കൻഡ്സിന് ശേഷമാണ് എത്തുന്നത് വെച്ചാൽ അപ്പം അതിന് നമുക്ക് എക്കോ എന്ന് വിളിക്കാം. അപ്പോൾ എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പം എന്താണ്
ഇവിടുത്തെ സ്പീഡ് ഓഫ് സൗണ്ടും ടൈം ഓഫ് ഹിയറിങ്ങും ഡിസ്റ്റൻസ് ഓഫ് റിഫ്ലക്ഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് വെച്ചുള്ള ന്യൂമറിക്കൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം, നമ്മൾ ചോദിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ച് പഠിച്ചിരിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് ഒരു ഡിസ്റ്റൻറ്റിലൊരു സർഫസ് ഉണ്ട്, ഇവിടുന്ന് ഒരു സൗണ്ട് സോഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ട്രാവൽ എ ഡിസ്റ്റൻസ് അല്ലേ, അതൊരു ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും ആൻഡ് അവിടെ നിന്ന് തട്ടിയിട്ട് തിരിച്ചു വരും ആൻഡ് ഡി ഡിസ്റ്റൻസ് ആൻഡ് അഗെയിൻ ട്രാവൽ ചെയ്യും തിരിച്ചു വരുവാണെങ്കിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ആൻഡ് അവിടെ പോയി ഇവിടെ വരാൻ വേണ്ടിയിട്ട് അത് എത്ര ടൈം എടുത്തു, ഒരു ടി ടൈം കൂടി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. Okay, so we can say that if t is the time at which an echo is heard, അതായത് അവിടെ പോയി ഇവിടെ എത്താൻ എടുത്ത ടൈം t ആണ് and d is the distance between, d എന്ന് പറയുന്ന distance between sound source and that surface, then v is speed of the sound, then we can say that this v velocity എന്ന് വെച്ചാൽ എന്തായിരിക്കും? We know the relation between velocity, distance and time. അല്ലെ, എന്താ വെലോസിറ്റിയും ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള റിലേഷൻ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷെ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ആണോ? അല്ല, ഒറ്റ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് d ആണ്, അവിടെ പോയി ഇവിടെ വരാനെടുത്ത ഡിസ്റ്റൻസ് 2 times d ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഹിയർ the distance is 2d and time is t, so we can say that velocity is equal to 2d by t, or d is equal to, d will be equal to vt by 2. അപ്പം നമ്മുടെ നോർമൽ കേസസിൽ നിങ്ങൾ സാധാരണ മോഷനൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ എക്കോൻ്റെ കേസിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഇത്ര വെലോസിറ്റിയിൽ പോകുന്ന സൗണ്ട് നമുക്ക് ഇത്ര ടൈമിന് ശേഷം എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ what is the distance between that source and that surface? ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബിക്കോസ് ആ ടൈമും വെലോസിറ്റി ആക്ച്വലി എന്താണ്, അവിടെ പോയി ഇവിടെ വരാനെടുത്ത സംഭവമാണ്. അപ്പം നമ്മൾ ഡിസ്റ്റൻസ് അങ്ങോട്ടുള്ള മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വാല്യൂ കണ്ടിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, പഠിച്ചു വെച്ചോളാം കേട്ടോ. ആൻഡ് റിലേറ്റഡ് ടു ദിസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? കാൽക്കുലേഷൻ ഓഫ് മിനിമം ഡിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആൻഡ് എക്കോ. ഒരു എക്കോ കേൾക്കാനുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവിടെയും നമുക്ക് പറയാം d is the minimum distance. d ആണ് മിനിമം ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഒരു എക്കോ എപ്പോഴും കേൾക്കുമോ നമ്മൾ? ഇല്ല, എക്കോ നമ്മൾ എല്ലാ സമയത്ത് കേൾക്കാറില്ല അല്ലേ. ചില ടൂറിസ്റ്റ് പ്ലേസസിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ചില വാൾസിൻ്റെ അടുത്ത് നമ്മൾ നിന്നിട്ട് റൂമിലൊക്കെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് പറയുന്ന സമയത്തൊക്കെ എക്കോ കേൾക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ ടൈമിലും എക്കോ കേൾക്കത്തില്ല, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന് ശേഷം മാത്രമേ കേൾക്കത്തുള്ളൂ. ആ മിനിമം ഡിസ്റ്റൻസ് d ആണെങ്കിൽ, ഇത് സോഴ്സ് ആണ്, ഇത് ആ സർഫസ് ആണ്. ഓക്കെ, സർഫസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളൊക്കെ ആവാം, അവിടെ തട്ടി ഇവിടെ വരണം. ഓക്കെ, അപ്പം എക്കോ കേൾക്കാനുള്ള മിനിമം ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഓക്കെ, അത് മിനിമം ടൈം 1/10 സെക്കൻഡ്സിന് ശേഷം ആണെങ്കിലാണ് എക്കോ കേൾക്കത്തുള്ളൂ. 1/10 സെക്കൻഡ്സിന് ഉള്ളിൽ വന്നാൽ, അതായത് 0.1 സെക്കൻഡ്സിന് ഉള്ളിൽ വന്നാൽ എക്കോ കേൾക്കുമോ? ഇല്ല, എക്കോ കേൾക്കത്തില്ല അല്ലേ. കാരണം നമ്മൾ നോർമൽ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും, അതിന് നോർമലാണ്. അല്ലാത്ത കേസിൽ 1/10 ശേഷം വരുവാണ്, അവിടെ പോയി ഇവിടെ എത്താൻ കുറച്ച് ലാഗ് വന്നു, അപ്പോഴാണ് ഈ റിപ്പീറ്റഡ്ലി കേൾക്കുന്നത്. അപ്പം മിനിമം ടൈം എത്രയാണ്? 1/10 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ആ ഒരു എക്കോ കേൾക്കാനുള്ള മിനിമം ടൈം 1/10 സെക്കൻഡ്സ് ആണ്. അതിന് ഗ്രേറ്റർ ആണെങ്കിൽ എക്കോ ഉറപ്പായിട്ടും കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ടൈം ഈസ് 0.1 സെക്കൻഡ്സ്, ദാറ്റ് ഈസ് അവർ 1/10 സെക്കൻഡ്സ് ആൻഡ് ദാറ്റ് മിനിമം ഡിസ്റ്റൻസ് ഈസ് d ആണ്. വെലോസിറ്റി എത്രയാണ്? നമ്മുടെ എയറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? റൂം ടെമ്പറേച്ചറിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ട് മേ ബി 345 ഓർ നോർമലി ഒരു 340 റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ 340 മീറ്റർ പെർ സെക്കൻഡിൽ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് അവർ d ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2, ദാറ്റ് ഈസ് 340 ഇൻറ്റു 0.1 or 1/10 divided by 2. It will gives you 17 meters. ഓക്കെ, അപ്പോൾ മിനിമം ടൈം 1/10 സെക്കൻഡ്സ് ആണ്. ആ സെക്കൻഡ്സിന് ശേഷം എക്കോ എന്താണ് സൗണ്ട് വരുവാണെങ്കിൽ വി വിൽ ഹിയർ ദ എക്കോ ആൻഡ് ആ എക്കോ കേൾക്കാനുള്ള ആ സൗണ്ട് 1/10 സെക്കൻഡ്സിന് ശേഷം എത്തണമെങ്കിൽ ആ മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? അത് 17 മീറ്റേഴ്സ് ആയിരിക്കണം. സോ
in conclusion, we can say that what are the conditions for formation of an echo? It is the minimum distance between the source of sound and the reflecting body should be 17 meter. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സോഴ്സ് ഉണ്ട്, ഒരു സർഫസ് ഒരു 18 മീറ്റേഴ്സിൽ വെച്ചിട്ടുണ്ട്, ആൻഡ് അവിടെ എക്കോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഓഫ് കോഴ്സ് യെസ്. കാരണം 17 മീറ്ററിൽ വെച്ചാൽ തന്നെ അവിടെ എക്കോ കേൾക്കും. ആ ഒരു സൗണ്ട് 17 മീറ്റർ അവയിലുള്ള ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടിയിട്ട് ഒരു സർഫസിൽ തട്ടി തിരിച്ച് വന്നാൽ തന്നെ നമുക്ക് എക്കോ കേൾക്കാൻ പറ്റും. 16 മീറ്റർ ആണെങ്കിൽ പോസിബിൾ ആണോ? അല്ല. 15 മീറ്റർ ആണെങ്കിൽ പോസിബിൾ ആണോ? അല്ല. കാരണം വെലോസിറ്റി ചേഞ്ച് ചെയ്യും, ടൈം മാറും. വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ എയർ ആണെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക. അപ്പം ടൈം മാറും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം, എക്കോ കറക്റ്റായിട്ട് കേൾക്കത്തില്ല. കാരണം 1/10 സെക്കൻഡ്സിനുള്ളിൽ തന്നെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ സൗണ്ട് ഇങ്ങോട്ട് വരും അല്ലേ. കുറച്ച് 17 മീറ്റർ എവേ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് എത്തത്തില്ല, അപ്പോൾ എക്കോ കേൾക്കും. 17 മീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ എക്കോ ഉറപ്പായിട്ടും കേൾക്കും. പക്ഷേ 17 മീറ്ററിൽ കൂടുതലുള്ള എല്ലാ ഒബ്സ്റ്റക്കിളിൽ നിന്നും എപ്പോഴും എക്കോ കേൾക്കുമോ? ഇല്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് കൂടെ ഉണ്ട്. എന്താണ്? ദ വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് ഷുഡ് ബി ലെസ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് ബോഡി. ദാറ്റ് മീൻസ് ഇവിടെ ഒരു റിഫ്ലക്റ്റിംഗ് ബോഡി ഉണ്ടെങ്കിൽ ഈ വേവ് ലെങ്ത് എന്തായിരിക്കണം? ഇതിനേക്കാളും കുറവായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞ് ഒബ്സ്റ്റക്കിൾ ഉണ്ട്, ഈ വേവിന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുമല്ലോ, റിഫ്ലക്റ്റ് ചെയ്ത് വരുമോ? ഇല്ല. വലിയൊരു ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ, വലിയൊരു സർഫസ് ആണെങ്കിൽ, വലിയൊരു മലയൊക്കെ ആണെങ്കിൽ ഈ പോകുന്ന സൗണ്ട് അതിൻ്റെ വേവ് ലെങ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല വലിയ ഒബ്സ്റ്റക്കിളാണ്, വലിയ സർഫസാണ്, അവിടെ പോയി ഓഫ് കോഴ്സ് തട്ടി തിരിച്ചു വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒബ്സ്റ്റക്കിൾ വെറുതെ ഒരു കുഞ്ഞ് ഒബ്സ്റ്റക്കിൾ ഇത്ര മീറ്ററിൽ ഉണ്ടായിട്ട് കാര്യമില്ല. വലിയൊരു ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ സൗണ്ട് ഓഫ് കോഴ്സ് അവിടെ പോയി തട്ടും, എന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ അല്ലേ. ആൻഡ് ഓൾസോ ദ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഷുഡ് ബി സഫിഷ്യൻറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഹിയർഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് അത്യാവശ്യം ഇൻറ്റൻസിറ്റി ഉള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 18 മീറ്റർ എവേ ഉള്ളേ, ഒരു 18 മീറ്റേഴ്സ് ഓർ 20 മീറ്റേഴ്സ് എവേ ഉള്ളൊരു ഒബ്സ്റ്റക്കിളിലേക്ക് സൗണ്ട് പോവുക, പക്ഷെ ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ ഇത് അവിടെ പതുക്കെ എത്തി തിരിച്ച് ഇവിടെ എത്താനുള്ള ഇൻറ്റൻസിറ്റി പിന്നെ അതിന് ഉണ്ടാവില്ല. കാരണം ഓഫ് കോഴ്സ് കുറച്ച് പാർട്ട് അവിടെ അബ്സോർബ് ചെയ്തൊക്കെ പോകും അല്ലേ, തിരിച്ചിങ്ങോട്ട് എത്തത്തില്ല. അപ്പോൾ നല്ല ഇൻറ്റൻസിറ്റിയിലാണെങ്കിൽ അവിടെ പോയിട്ട് ഇൻറ്റൻസിറ്റി അതിനനുസരിച്ച് തന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ, സോ ആ ഒരു സൗണ്ടിന് സഫിഷ്യൻറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ ഒരു സർഫസ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയ സർഫസ് ആയിരിക്കണം. കുറച്ച് റിജിഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ നല്ല രീതിയിൽ റിഫ്ലക്ഷൻ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് എക്കോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് മാത്രം പോരാ, മിസ് പറഞ്ഞു ന്യൂമറിക്കൽ സെക്ഷൻ കുറച്ച് ഡീപ്പായിട്ട് ചെയ്ത് നോക്കണം, പക്ഷേ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് യു മീൻ ബൈ സോണാർ. സോണാർ എന്ന് വെച്ചാൽ എന്താണ്? സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. എന്താണ് ആക്ച്വലി ഇത്? നമ്മുടെ എക്കോ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എക്കോൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സോണാറാണ്. എക്കോൻ്റെ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൻ്റെ ഒരു യൂസ്ഫുൾ ആപ്ലിക്കേഷനാണ് സോണാർ എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? സോണാർ ഈസ് എ ടെക്നിക് ദാറ്റ് യൂസസ് അൾട്രാസോണിക് സൗണ്ട് വേവ് ടു ഡിറ്റക്ട് ഒബ്ജക്ട്സ് അണ്ടർ വാട്ടർ ആൻഡ് മെഷർ ഡിസ്റ്റൻസസ്. അവിടെ നിങ്ങളൊരു പോയിന്റ് കണ്ടു, ദാറ്റ് ഈസ് അൾട്രാസോണിക് സൗണ്ട്. അപ്പം നമുക്ക് സോണാർ പഠിക്കുന്നതിന് മുമ്പ് എന്തറിയണം? എന്താണ് അൾട്രാസോണിക് എന്നറിയണം. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ്? നമ്മുടെ ഹ്യൂമൻ ഇയറിന് എല്ലാ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസും ഹിയറബിൾ അല്ല, ഓഡിബിൾ അല്ല അല്ലേ. എന്താണ്, ചില ആനിമൽസ് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര അലേർട്ടായിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ബിക്കോസ് ആ ആനിമൽസ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അവർക്ക് എത്രയ്ക്കോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ടിനൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലുള്ള മാത്രമേ കേൾക്കാൻ പറ്റൂ. അതിന് താഴെയുള്ളതോ അതിന് കൂടുതലുള്ളതോ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ് നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓഡിബിൾ റേഞ്ച്. ഓക്കെ, അത് എത്രയാണ് ആക്ച്വലി? 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് അല്ലേ. ഇതാണ് ആ ഒരു ഓഡിബിൾ റേഞ്ച്. ആൻഡ് ബിലോ ദിസ് വി ക്യാൻ സേ ദാറ്റ് ദ സൗണ്ട് ഈസ് കോൾഡ് ഇൻഫ്രാസോണിക്. ആൻഡ് അബോവ് ദിസ് റേഞ്ച് ഇറ്റ് ഈസ് കോൾഡ് അൾട്രാസോണിക്.
ഓക്കെ, അൾട്രാസൗണ്ട് അഥവാ അൾട്രാസോണിക് എന്ന് പറയുന്നത് എന്താണ്? ഈ 20 kHz കൂടി ഫ്രീക്വൻസി ഉള്ള, അത്രയും ഹൈ ആയിട്ട് വരുന്ന, ഹൈ പിച്ചിലൊക്കെ വരുന്നതെന്ന് പറയില്ലേ, ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന, നമുക്ക് കേൾക്കാൻ പറ്റാത്ത, നമുക്ക് ഓഡിബിൾ അല്ലാത്ത അത്രയും ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന സൗണ്ട്സിനാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അൾട്രാസൗണ്ട്സ് എന്ന് പറയുക. ഇത് ഇൻഫ്രാസോണിക്, ദാറ്റ് ഈസ് ബിലോ 20 Hz. ഇത് 20 kHz, ഇത് 20 Hz അല്ലേ. അപ്പോൾ ഈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി നോക്കി വെക്കുക. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് അൾട്രാസോണിക്, ദാറ്റ് ഈസ് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ, കുറച്ച് പിച്ച് കൂടിയ, കുറച്ച് എന്താണ് അത്രയും ഹൈ ഫ്രീക്വൻസി വരുന്ന ആൾക്കാരാണ് അൾട്രാസോണിക്. അപ്പോൾ എന്താ ആക്ച്വലി ഈ സോണാറിൽ ചെയ്യുന്നത്? സോണാറിൻ്റെ കേസിൽ അതൊരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ റിവർ ബെഡിലോ നമുക്ക് ഓഷ്യൻ ബെഡിലൊക്കെ എന്തെങ്കിലും ഒന്ന് മിസ്സിങ് വന്നു കഴിഞ്ഞാൽ, ഒരു കപ്പലൊക്കെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. എവിടെയാണ് മുങ്ങിപ്പോയി നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ഓർ ഒരു സീഡ്, ഒരു ഓഷ്യൻ്റെ, ഒരു വാട്ടർ ലേക്കിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഡെപ്ത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു മെത്തേഡ് വേണം. എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസസ് അൾട്രാസോണിക് സൗണ്ട് waves to detect objects underwater and measure distances. എങ്ങനെ ചെയ്യണത് നോക്കിയേ. ഇവിടെ എന്തുണ്ടാവും? ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ഓക്കെ, ഒരു കപ്പലിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റർ വെച്ചിട്ട് അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഹൈ ഫ്രീക്വൻസി സൗണ്ട്. ഓഫ് കോഴ്സ് ആ സൗണ്ട് വേവ് ട്രാവൽ ചെയ്ത് എവിടെ എത്തും? എവിടെയാണോ ഒരു ഒബ്സ്റ്റക്കിൾ ഉള്ളത്, കപ്പലാവാം, റിവർ ബെഡാവാം, ഓഷ്യൻ ബെഡാവാം, അവിടെ എത്തുമല്ലോ. എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പ്രകാരം എന്തുണ്ടാവും? അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തത് തിരിച്ചു വരും അല്ലേ. കണ്ടോ, ഇങ്ങനെ വന്ന ആള് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അത് അവിടെയുള്ള ഒരു റിസീവറിലേക്ക് എത്തും. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്തു, അത് അവിടുന്ന് തട്ടി തിരിച്ച് റിസീവറിലേക്ക് എത്തി. അപ്പം ഇവർക്ക് എന്തായാലും ഈ വിട്ട അൾട്രാസോണിക് സൗണ്ടിൻ്റെ വെലോസിറ്റി ഇവർക്ക് അറിയാം. കാരണം അവരാണ് ആ ട്രാൻസ്മിറ്റർ അതിനെ റിലീസ് ചെയ്യുന്നത്. വെലോസിറ്റി അറിയാം. അതുപോലെ തന്നെ എത്ര ടൈം കൊണ്ട് ഇത് തിരിച്ചെത്തി എന്നുള്ള ടൈമും അറിയാം. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് എന്താണ് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? നമുക്കറിയാം, എക്കോൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, D = വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 ആണ്. അപ്പം ഈ വിട്ട സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി ഇവർക്ക് അറിയാം. അത് എവിടെയോ ഒന്ന് തട്ടിയിട്ട് ഇത്ര ടൈം കൊണ്ട് തിരിച്ചു വന്നു. അപ്പം ആ ടൈമും അവർക്കറിയാം. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സോണാറിൻ്റെ മെത്തേഡ് വരുന്നുള്ളൂ. ബാറ്റ്സ്, നമ്മുടെ വവ്വാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതേ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് ട്രാൻസ്മിറ്ററും റിസീവറൊന്നും വേറെ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്താണ്, അൾട്രാസോണിക് സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസി സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുമ്പിലൊക്കെ ഉള്ള ഒബ്സ്റ്റക്കിളിലൊക്കെ തട്ടി അത് പെട്ടെന്ന് ചെവിയിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഡിറ്റക്ട്. ഓക്കെ, ഇത്ര ടൈം കൊണ്ട് എന്ത് വന്നിട്ടുണ്ട്? സൗണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇന്ന പൊസിഷനിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ അവിടെ തട്ടരുത്, തിരിച്ചു പോകണം. അത് ഇത്രയും ക്യുക്കായിട്ട് ബാറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് ബാറ്റ്സിനൊരു പ്രേനെ പിടിക്കണമെങ്കിൽ, അതിൻ്റെ ഒരു ഇരേനെ പിടിക്കണമെങ്കിൽ അതെന്ത് ചെയ്യും? ഇതുപോലെ തന്നെ പോകുന്ന വഴിക്ക്, കണ്ണ് കാണത്തില്ലല്ലോ, പോകുന്ന വഴിക്ക് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് തിരിച്ച് കേൾക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് തന്നെ തിരിച്ച് കേൾക്കുന്നു. അപ്പം മുമ്പിൽ എന്തോ ഉണ്ട്, അപ്പം അത് മനസ്സിലാക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ അൾട്രാസോണിക് സൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എക്കോൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഈ സോണാറിനെ പറയാം. അപ്പോൾ സോണാർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എ പൾസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് ഈസ് സെൻറ്റ്. It reflects from underwater objects. The time taken for the return of sound is used to calculate the distance. That's how sonar works. Okay, അപ്പോൾ സോണാറിൻ്റെ ആ ഒരു ഫുൾ ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ ഏത് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അൾട്രാസോണിക് സൗണ്ട് ആണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് നോക്കിയേ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയർ. അങ്ങനെയൊക്കെ സംഭവിച്ച്, ഇത്രയും ഫിനോമിനാസ് ഒക്കെ സംഭവിച്ച് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇത് നമുക്ക് ബ്രെയിനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, ആ സെൻസേഷൻ എങ്ങനെയാണ് ഫൈനലി കിട്ടുന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തറിയണം? നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയർ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ എന്താണ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയർ? എന്താണ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഇയർ? എന്താണ് ഹ്യൂമൻ ഇയർ? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, കേൾക്കാൻ പല ഡിഫിക്കൽട്ടീസ് ഉള്ള അല്ലേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പരിചയം ഉണ്ടാവും. അവരെത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവില്ലേ ആക്ച്വലി? ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. നമുക്ക് തന്നെ
ഒരു കാര്യം ക്ലിയറായി കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവില്ലേ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടാവുന്നുണ്ടാവും അല്ലേ, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ. അപ്പോൾ നമുക്ക് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നത്, എന്തായിരിക്കും ആ ഒരു പ്രോസസ്സ് അവിടെ എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം അതിനനുസരിച്ച് എന്താണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തിന് ഈ ഒരു ഡിഫിക്കൽട്ടീസൊക്കെ മറികടക്കാനുള്ള ഇഷ്ടംപോലെ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്ത ഒരാൾക്ക് എന്താണ് ഇയർ ഡെഫിഷ്യൻസി എന്തെങ്കിലുമൊക്കെ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാർക്ക് അതിനെ മറികടക്കാനുള്ള ഇഷ്ടംപോലെ ടെക്നോളജീസ് ഉണ്ട്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് ഹ്യൂമൻ ഇയർ നോക്കുന്ന സമയത്ത് ആ ഹിയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് നോക്കുന്ന സമയത്ത് ഈ ഇയറിൻ്റെ സ്ട്രക്ചർ ആക്ച്വലി നിങ്ങൾ ബയോളജിയിൽ പഠിക്കും. നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നും പോകണ്ട. നിങ്ങൾ എന്തറിഞ്ഞിരിക്കുക, അവിടെ ഒരു ഔട്ടർ ഇയർ ഉണ്ട്, ഒരു മിഡിൽ ഇയർ ഉണ്ട്, ഒരു ഇന്നർ ഇയർ ഉണ്ട്. അതായത് ഇയറിന് തന്നെ നമുക്ക് 3 പാർട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് എന്തൊക്കെയാണ്, ഒരു ഔട്ടർ റീജിയൻ, പിന്നെ ഒരു മിഡിൽ റീജിയൻ, പിന്നെ ഒരു ഇന്നർ റീജിയൻ. ഓക്കെ, അപ്പോൾ ഔട്ടർ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗം അല്ലേ, ഇയർ പിന്നാന്ന് പറയും. അപ്പം ഇയർ പിന്നുണ്ട്, അവിടെ നിന്നുണ്ട് ഒരു ഓഡിറ്ററി കനാൽ ഉണ്ട് അല്ലേ. ഇവിടെ നിന്നൊക്കെ വരുന്ന സൗണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കയറുന്നല്ലേ. അവിടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഒക്കെ പോസിബിൾ ആകും, കാരണം ഇവിടെയൊക്കെ തട്ടിയാലും ഇതിനുള്ളിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് സൗണ്ട് പോകുന്നു, ഇയർ കനാലിലൂടെ പോകുന്നു. ഉള്ളിലൊരു ഇയർ ഡ്രം ഉണ്ട്. നിങ്ങളോട് പറയാറില്ലേ, നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ ഒരു തെറ്റ്, അതായത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെവിയിൽ കുത്താറുണ്ടോ? ആ സമയത്ത് ഈ ഇയർ ഡ്രം പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇയർ ഡ്രം അവിടെ ഉണ്ട്, അതിൽ ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പം ഇയർ ഡ്രം, അപ്പം ആ ഒരു ഇയർ ഡ്രം ഉണ്ട്. ഇത്രയും റീജിയൻസ് ആണ് നമ്മുടെ എന്ത് ഔട്ടർ ഇയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, പിന്നെ ഓഡിറ്ററി കനാൽ, പിന്നെ ഇയർ കനാൽ, പിന്നെ ഇയർ ഡ്രം. അത് പിന്നെ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മിഡിൽ ഇയറിൻ്റെ ഒരു പോർഷനായിട്ട്. മിഡിൽ ഇയറിൽ നമുക്ക് 3 ബോൺസ് ആണുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് നമ്മുടെ സ്മോളസ്റ്റ് ബോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് മാലിസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ബോൺസ്. അതിന് വേറെ പേരുകളാണ് എന്തൊക്കെ, ഹാമർ, ആൻവിൽ ആൻഡ് സ്റ്റിറപ്പ്. ഹാമർ, ആൻവിൽ ആൻഡ് സ്റ്റിറപ്പ്, മാലിസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ബോൺസിൻ്റെ വേറെ പേരാണ് കേട്ടോ. ഇവർ മിഡിൽ ഇയറിലുള്ള കുഞ്ഞി ബോൺസിൻ്റെ ഒരു കണക്ഷനാണ്. ഓക്കെ, ഒരു കളക്ഷനാണ് 3 ബോൺസ്, മിഡിൽ ഇയറിലെ 3 ബോൺസ്. അപ്പോൾ അത് അവിടെ ഉണ്ട്. പിന്നീട് എന്താണ്, നമ്മുടെ ഇന്നർ ഇയറിലോട്ട് കിടക്കുന്ന സമയത്ത് അവിടെ ഒരു എന്താണ് നല്ല സ്നെയിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, കോക്ലിയ. അതിനുള്ളൊരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ഫിൽ ചെയ്ത് കിടക്കുന്നത്, ആ ലിക്വിഡിനുള്ളിൽ എന്താണ് സെൻസറി നെർവ്സും സെൻസറി റിസപ്റ്റേഴ്സും ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് ഈ സൗണ്ട് എത്തുന്ന സമയത്ത് അതുവഴി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ ഫോം ചെയ്തിട്ട് അത് നമ്മുടെ എന്താണ് നെർവ്സ് വഴി ബ്രെയിനിലോട്ട് പോയിട്ടാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു പ്രോസസ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പറയാം, അതായത് എന്താണ് ആക്ച്വലി വൈബ്രേഷൻസ് വരുവാണല്ലേ. കാരണം ഇവിടുന്ന് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസസ് കാരണം അല്ലെ ആ ഒരു സൗണ്ടിൻ്റെ എന്താണ് അവിടെ ഒരു എനർജിയാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. ആ ഒരു വൈബ്രേഷൻ എന്ത് കാരണമായി, അതിന് ചുറ്റുള്ള മീഡിയം വൈബ്രേറ്റ് ചെയ്യാൻ റീസണായി. മീഡിയം എയർ അങ്ങോട്ട് സൗണ്ട് വരുക. അപ്പോൾ ഇവിടെയുള്ള എയർ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എയർ പാർട്ടിക്കിൾസ് അതേ ഡയറക്ഷനിൽ ഇങ്ങനെ സെയിം പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ എനർജി ട്രാൻസ്ഫർ നടന്ന് അവിടെ എത്തണുണ്ട്. അങ്ങനെ എവിടെ നിന്നൊക്കെയോ വന്ന് എൻ്റെ ചെവിയിലോട്ട് എത്തി. ഓക്കെ, അങ്ങനെ വൈബ്രേഷൻസ് എത്തിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആര് വൈബ്രേറ്റ് ചെയ്യും, ഈ പിന്നയുടെ അടുത്തൊക്കെ വൈബ്രേഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത കുഞ്ഞു വൈബ്രേഷൻസ് ഉണ്ട്. ആ വൈബ്രേഷൻ എന്തിലൂടെ ട്രാവൽ ചെയ്തു, ഇയർ കനാലിലൂടെ ട്രാവൽ ചെയ്ത് എവിടെ പോയി തട്ടി. അപ്പോൾ നമുക്ക് പറയാം പിന്നയിലൂടെ ട്രാവൽ ചെയ്ത് ആ ഒരു ഡിസ്റ്റർബൻസ്, ആ ഒരു വൈബ്രേഷൻ ഇയർ കനാലിലൂടെ പോയിട്ട് ഇയർ ഡ്രമ്മിൽ വന്ന് തട്ടി. ഒരു ഡ്രമ്മിൽ പോയി മുട്ടണം ആലോചിച്ച് നോക്കിയേ, നല്ല രസമല്ലേ. അപ്പോൾ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്തു. ഇയർ ഡ്രമ്മിൻ്റെ വൈബ്രേഷൻ എങ്ങനെയാണ് നമുക്കറിയാം, കംപ്രഷൻസും റെയർ ഫാക്ഷൻസും ആണ് കേട്ടോ. എന്താണ് സൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ കംപ്രഷൻസിൻ്റെ റെയർ ഫാക്ഷൻസിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷൻ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആരിൽ പോയി തട്ടും, ഹാമർ ഓർ വി ക്യാൻ സേ ദാറ്റ് മാലിസ് അല്ലേ. അവിടെ ഹാമർ എന്ന് പറഞ്ഞാൽ കുഞ്ഞി ബോണിൻ്റെ മേലെ പോയി തട്ടി. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുമല്ലോ. അത് വൈബ്രേറ്റ് ചെയ്താൽ തൊട്ടടുത്ത് അതിന് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആൻവിൽ വെറുതെ ഇരിക്കുമോ, ഇല്ല, അതും വൈബ്രേറ്റ് ചെയ്യും. അത് കാരണം അതുമായി ടച്ച് ചെയ്തിരിക്കുന്ന സ്റ്റിറപ്പ് വൈബ്രേറ്റ് ചെയ്യും. ഹാമർ, ആൻവിൽ, സ്റ്റിറപ്പ്, ദീസ് 3 bones starts to vibrate and finally അത് ആ ഒരു വൈബ്രേഷൻ പോയിട്ട് ഈ ഒരു സ്നെയിൽ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള കോക്ലിയനെ വൈബ്രേറ്റ് ചെയ്യിക്കാൻ തുടങ്ങും അല്ലേ. കോക്ലിയ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ആരുണ്ട്, ഒരു ലിക്വിഡ് ഉണ്ടല്ലോ.
ദീസ് ലിക്വിഡ് ഓൾസോ സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ്. ലിക്വിഡിനൊരു മോഷൻ, അവിടെ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? നമുക്ക് പറയാം സെൻസറി റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? സെൻസറി റിസെപ്റ്റേഴ്സ് ഓർ സെൻസറി നെർവ്സ് ഉണ്ട്, സെൻസറി റിസെപ്റ്റേഴ്സ് ഉണ്ട് അവിടെ അല്ലേ? കോക്ലിയൻ്റെ ഉള്ളിൽ എവിടെയാണ്? ആ ലിക്വിഡിൽ കേട്ടോ. ആ ലിക്വിഡിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ സെൻസറി റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതങ്ങ് ഉണരും. ഓക്കെ, സംതിങ് ഈസ് ദ, ആരോ എന്തോ പറയണുണ്ട്, ആരോ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, എന്തോ ഞാൻ അറിയണുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ അങ്ങ് ഉണരും. അപ്പം അത് ഈ ഓഡിറ്ററി നെർവ്സിലേക്ക്, അപ്പോൾ ഇതിലെന്തുണ്ടാവും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. വന്ന സൗണ്ട് വേവ്സിനെ ആ വൈബ്രേഷൻ ഇവർ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ആ ഓഡിറ്ററി നെർവ്സിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കും. അങ്ങനെ മനസ്സിലായി. ഇതാ നേഹ മിസ്സോട് സംസാരിക്കുന്നുണ്ട്. നേഹ മിസ്സിൻ്റെ ക്ലാസ്സാണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ളത്, നേഹ മിസ്സിൻ്റെ സൗണ്ട് ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാ സൗണ്ടും കേൾക്കണേ. നോക്കി ഓരോ വാക്കുകൾ ഇങ്ങനെ ടപ്പ് ടപ്പേന്ന് പറഞ്ഞ് കേൾക്കുവാണ് അല്ലേ? എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ വൈബ്രേഷൻസ്, ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഒരു മിറാക്കിൾ തന്നെയാണല്ലേ ആക്ച്വലി നമ്മുടെ ഈ ഒരു സ്ട്രക്ചേഴ്സ്, ഈ ഒരു ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പം ഇത്രയുമാണ് ഹ്യൂമൻ ഇയറിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പം നിങ്ങളുടെ സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ ഒരു IIT AIIMSൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷനിൽ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ നമുക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ മിസ് പറഞ്ഞു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഇത്രയും കാര്യങ്ങൾ വിട്ടുപോകാനും പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യുമോ? പെട്ടെന്ന് ഇത്ര നേരം ചാറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, നോക്കിയിട്ടില്ല മിസ്സ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും, പലരും പറയുന്നുണ്ട് ഓക്കെയാണ്, ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ആൻസേഴ്സ് നിങ്ങൾ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, ന്യൂമറിക്കലല്ല, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് പറയാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് വേവ് മോഷൻ ഇൻ എ മീഡിയം ട്രാൻസ്ഫർ? ഒരു മീഡിയത്തിലെ വേവ് മോഷൻ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എനർജി ഓൺലി, മാസ് ഓൺലി, നെയ്തർ മാസ് നോർ എനർജി, ബോത്ത് എനർജി ആൻഡ് മാസ്. ഒരു മീഡിയത്തിലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേവ് മോഷൻ എന്താണ് ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യുന്നത്? എനർജി ഓൺലി, റൈറ്റ്? ഇറ്റ് ഈസ് ട്രാവലിംഗ് ഓർ ട്രാൻസ്ഫറിങ് എനർജി ഓൺലി. മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് പോകുന്നുണ്ടോ? ഇവിടുന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു എയർ പാർട്ടിക്കിൾ ചാടി അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? ഇല്ല. അത് അവിടുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോവുകയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് എ സൗണ്ട് ട്രാവൽസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ടു വിച്ച് ഡയറക്ഷൻ ഡു ദ പാർട്ടിക്കിൾസ് ഓഫ് എയർ മൂവ്? ഈ കേസിൽ എന്താണ് നമ്മുടെ സൗണ്ട് ഈസ്റ്റ് ടു വെസ്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സൗണ്ടിൻ്റെ ഈസ്റ്റ് വെസ്റ്റാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ആ ടൈമിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങോട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾസും ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കും. കാരണം വി നോ ദാറ്റ് നമ്മുടെ സൗണ്ട് എന്ത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണല്ലേ? ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ദാറ്റ് ഈസ് കംപ്രഷൻസും റെയർഫാക്ഷൻസും ഉണ്ടാക്കിയിട്ട് എങ്ങോട്ടാണോ നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈസ്റ്റ് ടു വെസ്റ്റ് പോകുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾസും ഈസ്റ്റ് ടു വെസ്റ്റ് തന്നെയായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അതുപോലെ തന്നെ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, സൗണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ റീസൺ എന്താണ്? വൈബ്രേറ്റിംഗ് ബോഡി അല്ലേ? വൈബ്രേഷൻ ഓഫ് ബോഡി കാരണമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സൗണ്ട് വേവ്സ് cannot പാസ് ത്രൂ. സൗണ്ട് വേവ്സിൻ്റെ ട്രാവൽ പ്രൊപ്പഗേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു സൗണ്ട് വേവ്സ് സോളിഡിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ലിക്വിഡിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നോട്ട്, ബിക്കോസ് ദർ ഈസ് നോ മീഡിയം. മീഡിയം ഇല്ലെങ്കിൽ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. സൗണ്ട് ഈസ് എ ഫോം ഓഫ് മെക്കാനിക്കൽ വേവ്. ഓക്കെ, ആൻഡ് സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പം പെർഫെക്റ്റ് വാക്വത്തിലൂടെ പറ്റത്തില്ല. സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏതുണ്ട്? അയേൺ അല്ലേ? നമുക്ക് പറയാം സ്റ്റീലിൻ്റെ കേസിലൊക്കെയാണ് അത്രയും കൂടുതൽ വരുന്നത് കേട്ടോ. ഇലാസ്റ്റിസിറ്റി കൂടിയ കുറച്ച് മെറ്റൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല സ്പീഡിൽ ആര് ട്രാവൽ ചെയ്യും? നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, എക്കോ ഈസ് പ്രോമിനൻറ്റ് if the surface is, എക്കോ നമ്മൾ കേൾക്കണമെങ്കിൽ, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ ആ സർഫസ് കുറച്ച് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 17 മീറ്റേഴ്സ് അവേ ആയിരിക്കണം, 17 മീറ്റേഴ്സ് മിനിമം ഡിസ്റ്റൻസ് വേണം. പിന്നെന്താണ്, ഈ സൗണ്ടിന് നല്ല ഇൻറ്റൻസിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങനെയായിരിക്കണം? റിജിഡ് ആൻഡ് സ്മൂത്ത് ആയിരിക്കണം കേട്ടോ. സോഫ്റ്റ് ആൻഡ് പോറസ് ആണെങ്കിൽ പറ്റുമോ? റിഫ്ലക്റ്റ് ചെയ്ത് വരുമോ? ഇല്ല. പോറസ് സർഫസ് ഒക്കെ ആണെങ്കിൽ ആ പോകുന്ന സൗണ്ട് കുറേയൊക്കെ അവിടെ അബ്സോർബ് ചെയ്ത് പോകും.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്നത് വാൾസിലൊക്കെ. കാരണം അവിടെ അപ്പോൾ എക്കോ കുറയും. ഓക്കെ, കാരണം കർട്ടനൊക്കെ റഫ് സർഫസ് ആയിട്ട് ചുളിഞ്ഞ് കിടക്കുവാണല്ലോ, അപ്പോൾ റിഫ്ലക്ഷൻ കുറയും, അപ്പോൾ എക്കോ കേൾക്കത്തില്ല, നല്ല രീതിയിൽ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, സിനിമ തിയേറ്റേഴ്സൊക്കെ കുറേ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സർഫസ് റഫ് ആക്കിയിട്ട് എന്താക്കി പോറസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാത്രമല്ല കവേർഡ് വിത്ത് ക്ലോത്ത്, ആ സമയത്തും എക്കോ വരെയൊക്കെ കേൾക്കത്തില്ല. റഫ് ആൻഡ് അൺഈവൻ ആക്കി വെച്ചാലും കേൾക്കത്തില്ല. അപ്പം എക്കോ ഒഴിവാക്കണമെങ്കിൽ ഈ മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്താൽ മതി. എക്കോ കേൾക്കണമെങ്കിൽ ആ സർഫസ് റിജിഡ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വെച്ചേ പറ്റൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ദ പാർട്ട് ഓഫ് ദ മിഡിൽ ഇയർ ദാറ്റ് ഈസ് ഫീൽഡ് വിത്ത് എ ലിക്വിഡ് ഈസ് ദാറ്റ് ഈസ് അവർ കോക്ലിയ. റൈറ്റ്, കോക്ലിയയിലാണ് ആ ലിക്വിഡ് ഫില്ലായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് നമ്മുടെ സെൻസറി റിസപ്റ്റേഴ്സൊക്കെ ഉള്ളത്. അത് വെച്ചിട്ടാണ് കേൾക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കുഞ്ഞു ക്വസ്റ്റ്യൻസ് മാത്രമേ മിസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഇത് പഠിച്ചാൽ മതിയോ? പോരാ, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾക്ക് എന്താണ് സൈറ്റിലൊക്കെ നമ്മുടെ മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻസൊക്കെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ നോക്കി പഠിച്ചോളൂ കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ആ ഒരു എന്താണ് IIT AIIMS എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക്, അല്ലെങ്കിൽ IIT ഓർ AIIMS ആക്ച്വലി അല്ലേ, എന്താണ് ഒന്നെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ആ ലെവലിലോട്ട് എത്തണം. അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ +2 മാത്രം പോരാ അല്ലേ. 10th കഴിഞ്ഞിട്ട് +2 ഒരു ബേസിക് സ്റ്റഡി മാത്രം പോരാ, അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ വേണം. ആ ഒരു പ്രോഗ്രാമിന് അത്രയും ഡ്രീമിലേക്ക് നിങ്ങളെ എത്തിപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇപ്പം തന്നെ അതിനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുക. സ്ക്രീൻ കം സ്കോളർഷിപ്പ് എക്സാമാണ്. അപ്പം സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഇതുപോലെയുള്ള ക്ലാസ്സസ് കണ്ടിട്ട് സിലബസൊക്കെ പഠിച്ച് ക്ലിയർ ആക്കി വെച്ചോളാം. നമുക്ക് എക്സാം സിമ്പിൾ ആയിരിക്കും കേട്ടോ. വേറൊരു കാര്യം കൊണ്ട് മിസ്സിന് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റേഴ്സ്, ഈ ഒരു എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്നത് അല്ലേ. CBSE ക്ലാസ്സുകളിലും സ്റ്റേറ്റ് ക്ലാസ്സുകളിലും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ ചുമ്മാ അതിനൊന്ന് എന്താണ് എക്സാമിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ ബോർഡ് എക്സാംസിന് വേണ്ടി മാത്രം ഞാൻ പഠിക്കുകയാണെന്നുള്ള രീതിയിൽ മാറ്റിവെച്ച് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ഇപ്പോഴേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നും കൂടെ മനസ്സിലാക്കുക, നമ്മുടെ ബ്രില്യൻറ്റ് പാല ഒരുക്കുന്ന ആ ഒരു 6 to 10 ക്ലാസ്സുകൾക്കുള്ള ട്യൂഷൻ ക്ലാസ്സസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ സ്കൂളിൽ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ അറിയണമെങ്കിൽ, കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കുറച്ചുകൂടെ എനിക്ക് പഠിക്കണം മിസ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്യൂഷൻ ക്ലാസ്സസിലും ജോയിൻ ചെയ്യുക കേട്ടോ. ഈ ടോപ്പിക്സൊക്കെ ഈ സൗണ്ടൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പല ടീച്ചേഴ്സും ഇൻക്ലൂഡിങ് മീ നമ്മുടെ ആപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക, കണ്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ബോർഡ് എക്സാംസിന് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇതുപോലുള്ള സ്ക്രീൻ ടെസ്റ്റ്, സ്കോളർഷിപ്പ് എക്സാംസ്, ഒളിമ്പ്യാഡ് എക്സാംസ്, ഇതിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പം ഒട്ടും താമസിക്കാതെ അഡ്മിഷനും എടുത്തോളാം. അപ്പം IIT AIIMS എന്താണ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഉറപ്പ് വരുത്തുക. ഇന്ന് ഈ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ പോർഷൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഇത്രയും പോർഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സിലബസ് തന്നെ ഫോളോ ചെയ്ത്, നിങ്ങളുടെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയാസ് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓക്കെ അല്ലേ, എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാം ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം എക്സാമിന്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.